ലവ് ജിഹാദുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ സംഭവവികാസങ്ങളും കേസുകളുമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ നേരിട്ടിട്ടുള്ളത് ഈ പറയുന്ന കൊട്ടാരക്കരയിലെ ഒരു യുവതിക്കാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ പറയുന്ന കൊട്ടാരക്കരയിലെ ഒരു പൂയപ്പള്ളി സ്വദേശിയാണ്. അപ്പോൾ ഇത്രമാത്രം എണ്ണിയാൽ ഒടുങ്ങാത്ത കേസുകൾ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കാം നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് സുപ്രീം കോടതി വരെ ലവ് ജിഹാദ് ഇല്ല എന്നൊരു നിഗമനത്തിലേക്ക് എത്തിയത്? അല്ല, അതിൽ പല കാരണങ്ങളുണ്ട്. ആ കാരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾക്കിപ്പോൾ കേരളത്തിൽ സംഭവിച്ച ആ വിഷയത്തിലേക്ക് ഒന്നുകൂടെ വരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കരയിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. അവിടെ ഒരു കുട്ടിയുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ഹിന്ദു പെൺകുട്ടിയുമായി ഒരു മുസ്ലിം യുവാവിന് പ്രണയം ഉണ്ടാവുന്നു. പ്രണയം ഇയാൾ ഈ കുട്ടിയുമായിട്ട് അടുക്കാൻ ശ്രമിക്കുന്നു. പലതവണ സ്വാഭാവിക പ്രണയം, അതെ, സ്വാഭാവികമായ പ്രണയം ഉണ്ടാക്കാൻ ഇയാൾ ശ്രമിക്കുന്നു. പക്ഷേ ഈ കുട്ടിക്ക് ഇയാളെ ഇഷ്ടമല്ലായിരുന്നു. പലതവണയായിട്ട് ഈ കുട്ടിയുടെ പുറകെ നടക്കുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു, പലതരത്തിലുള്ള വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുന്നു. പക്ഷേ ആ സമയത്തൊന്നും ഈ കുട്ടി ഇഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ അവസാനം ഇയാളെടുത്ത് പ്രയോഗിച്ചൊരു വഴി എന്ന് പറയുന്നത്, നീ എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇതാണ് പറഞ്ഞ വഴി. എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ വഴിയാണ് ഇവർ പരിചയപ്പെട്ടത്. അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഒരു കാര്യത്തിലേക്ക് പറയുന്നു. ആ കുട്ടി പിന്നീട് ഇത്തരം കാര്യങ്ങൾ കേട്ടപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി, അങ്ങനെയാണ് ഈ യുവാവുമായി അടുക്കുന്നത് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു ഇങ്ങനെ ആത്മഹത്യ ഭീഷണി മുഴക്കിക്കൊണ്ട് ആ കുട്ടിയുടെ മനസ്സിന് കീഴ്പ്പെടുത്തുകയായിരുന്നു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലൊരു അടുപ്പം ഇവർ തമ്മിൽ ഉണ്ടായ സമയത്ത് അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളാണ് ആ പെൺകുട്ടി വെളിപ്പെടുത്തുന്നത്. കാരണം 18 വയസ്സിന് മുൻപേ തന്നെ ഈ പ്രണയം സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്ന് ഈ പെൺകുട്ടി പറയുന്നുണ്ട്. അങ്ങനെ പ്രണയം സ്റ്റാർട്ട് ചെയ്തു കുറച്ച് മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ കുട്ടി ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു പൊട്ട് തൊട്ട് ഒരു ഫോട്ടോ FBയിലിട്ടാൽ, അതായത് ഫേസ്ബുക്കിലിട്ടാൽ ഉടനെ തന്നെ ഇയാൾ വിളിക്കും, ഇത് എനിക്കിഷ്ടമല്ല, ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തുടക്കമെന്ന് പറഞ്ഞു. പിന്നീട് നീ ഒന്നും വിചാരിക്കരുത്, അല്ലെങ്കിൽ നീ ഒന്നും കരുതരുത്, അമ്പലത്തിൽ പോകുന്നത് എനിക്കിഷ്ടമല്ല, അമ്പലത്തിൽ പോവരുത് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു. പിന്നീട് 18 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് വിവാഹം കഴിക്കാം, അങ്ങനെ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണം, ആ മതം മാറണം എന്നുള്ള കാര്യമാണ് കൃത്യമായി ഈ പെൺകുട്ടികൾ പറയുന്നത്. അല്ല, അതിനു മുന്നേ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം എന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയായിരിക്കും? അല്ല, അതാണ് ഞാൻ പറയുന്നത്. ഈ അമ്പലത്തിൽ പോവരുത് എന്ന് പറയുന്ന സമയത്തും മതം മാറണം എന്ന് പറയുന്ന സമയത്തും മതവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച അവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിർബന്ധമായും ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇസ്ലാം എന്താണ്, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം എന്നാണ് ഈ കുട്ടിയോട് ഇയാൾ പറയുന്നത്. അതല്ല, സത്യസരണിയിലേക്ക് കൊണ്ടെത്തിക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സത്യസരണി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമ്മുടെ കേന്ദ്ര സർക്കാർ താഴിട്ട് പൂട്ടിയതല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ മലപ്പുറത്തെ സത്യസരണിയിൽ കൊണ്ടുപോയിട്ട് അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം. ആ ക്ലാസ്സുകളിൽ പങ്കെടുത്താൽ കൂടുതൽ ഇസ്ലാമിനെ പറ്റി അറിയാൻ കഴിയും എന്നാണ് പറയുന്നത്. അതായത് സത്യസരണി താഴിട്ട് പൂട്ടുന്ന മുമ്പാണല്ലോ ഈ സംഭവം ഉണ്ടായത്. സത്യസരണി താഴിട്ട് പൂട്ടുന്നതിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ആ കുട്ടിയായിട്ട് പ്രണയം ഇങ്ങനെ തുടങ്ങി വരികയായിരുന്നല്ലോ. അതിനുശേഷം മതം മാറണം എന്നുള്ള കാര്യം നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, സത്യസരണിയിലേക്ക് എത്തി. 2 പേർ തമ്മിൽ പ്രണയിക്കുന്നതിന് നമ്മൾ എതിരൊന്നുമല്ല. 2 മതത്തിൽപ്പെട്ട ആൾക്കാർ പ്രണയിക്കാം. ഇപ്പോൾ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ പ്രണയിക്കാം, ഹിന്ദുവും ക്രിസ്ത്യാനിയും തമ്മിൽ പ്രണയിക്കാം, ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിൽ പ്രണയിക്കാം, ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിലേക്ക് മതം കടന്നു വരുന്നു. മതം മാറണം എന്നുള്ള ഒരു നിബന്ധന ഈ യുവാക്കളുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വെക്കുന്നു. മതം മാറാനായിട്ട് പലതരത്തിലുള്ള ഭീഷണി സ്വരങ്ങളും അതോടൊപ്പം തന്നെ പല പ്രലോഭനങ്ങളും ഈ യുവാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഇതിനിടയിലേക്ക് ഈ പറയുന്ന പല ലഹരി പദാർത്ഥങ്ങൾ നൽകി ഈ യുവതികളെ വശത്താക്കുന്നു. ഇതെല്ലാമാണ് ഇതിൻ്റെ ഈ ഒരു പ്രൊസീജിയറിൻ്റെ പാറ്റേൺ എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും. അല്ലെ, സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കാം, ഈ മതം മാറാൻ എന്തിനാണ് പറയുന്നത്? പ്രണയിച്ച ആളുകൾ തമ്മിൽ വിവാഹം കഴിക്കാനാണെങ്കിൽ എന്തിന് മതം മാറണം? ഇതൊരു ചോദ്യമാണല്ലോ. സത്യസരണിയിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നതോടുകൂടി നമുക്ക് ആ റൂട്ട് ക്ലിയറായി. കാലങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു വസ്തുത അതില്ല എന്നാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നിരവധിയായ തെളിവുകൾ ഇവർക്ക് മുന്നിലുണ്ട്. അല്ല, ഇടത് വലത് മുന്നണികൾ മാത്രമല്ല, നമ്മുടെ ഈ കൂട്ടർ പറയുന്നത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു, നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞു, ലവ് ജിഹാദ് ഇല്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുക? പ്രണയ വിവാഹം സ്വാഭാവിക
സ്വാഭാവികമല്ലേ? പ്രണയവിവാഹത്തിന് ശേഷം പുരുഷൻ്റെ മതത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്നത് സ്വാഭാവികമല്ലേ എന്നൊക്കെയാണ് ഈ കൂട്ടർ ചോദിക്കുന്നത്. നിർബന്ധിത മത പരിവർത്തനം എന്ന കേസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു കേസില്ല എന്നാണ് ആര് പറഞ്ഞത്? കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സുപ്രീം കോടതിയും പറഞ്ഞത്. അല്ലാതെ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നില്ല എന്നല്ലല്ലോ പറഞ്ഞത്. ലവ് ജിഹാദ് എന്നൊരു വാക്ക് FIR രേഖപ്പെടുത്തിയിട്ടില്ല. ആ ലവ് ജിഹാദ് എന്ന് അതിനെ വിളിച്ചത് തന്നെ ആരാണ്? കേരളത്തിലെ ഏതോ ഒരു നേതാവാണ് ലവ് ജിഹാദ് എന്ന് വിളിച്ചതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അത്തരത്തിലൊരു വാക്ക് കൂടുതലായിട്ടും സംഘപരിവാർ പ്രൊഫൈലുകൾ യൂസ് ചെയ്യുന്നൊരു വാക്കായതുകൊണ്ട് തന്നെ അത്തരമൊരു വാക്ക് FIR എഴുതി ചേർക്കാൻ കഴിയില്ല. അല്ല, എനിക്ക് തോന്നുന്നു ആദ്യമായി ഇതിനെപ്പറ്റി തുറന്നു പറഞ്ഞത് KCBC ആണെന്ന് തോന്നുന്നു അല്ലേ? KCBC കലാകൗമുദി മാഗസിനിൽ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യ വിവരങ്ങൾ വന്നിരുന്നു. അപ്പോൾ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാകൗമുദി മാഗസിൻ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഒരു കൂട്ടം വ്യക്തികൾ അത് വൻതോതിൽ മേടിച്ച് കത്തിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. അത് വലിയ തോതിൽ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം. ആദ്യമായി ഈ പദം ഉപയോഗിച്ചതും അതിൻ്റെ ഡീറ്റെയിൽസ് സമൂഹത്തിന് മുന്നിലേക്ക് തുറന്നു കാട്ടിയതും കലാകൗമുദി മാഗസിനായിരുന്നു. അതിനുശേഷമാണ് KCBC ഈ ഔദ്യോഗികമായിട്ട് കത്തോലിക്ക ജാഗ്രത സമിതി തങ്ങൾക്ക് നഷ്ടപ്പെട്ട കത്തോലിക്ക പെൺകുട്ടികളെ പറ്റിയിട്ട് വിശദമായിട്ടുള്ള ഒരു വിവരവും ഒരു വിവരശേഖരണവും പുറത്തിറക്കിയത്. അതിനുശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള VS അച്യുതാനന്ദൻ പോപ്പുലർ ഫ്രണ്ട് ഇത്തരം കുൽസിത ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന് തുറന്നു പറഞ്ഞത്. അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ ലവ് ജിഹാദ് എന്ന വാക്ക് പ്രയോഗിച്ചത് മറ്റൊരു നേതാവാണ് എന്നാണ് എൻ്റെ ഓർമ്മ. എനിക്കത് അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായി ഓർമ്മയില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ഈ പറയുന്ന CPM-ന്റെ തിരുവമ്പാടി ആ ഒരു CPM-ന്റെ നേതാവുണ്ടല്ലോ, CPM-ന്റെ മുൻ MLA ജോർജ് എം തോമസോ, അദ്ദേഹം എന്തോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് നടപടി വന്നല്ലോ. ഉടനെ നടപടി വന്നു. അദ്ദേഹത്തിനെതിരെ നടപടി വന്നു. വലിയ പ്രശ്നം ഉണ്ടായി അദ്ദേഹത്തിനെതിരെ. പിന്നീട് വേറെ ചില കാര്യങ്ങൾ കൂടെ നടപടി എടുക്കേണ്ട അവസ്ഥയിലേക്ക് പോയി. ഞാൻ പറയുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും സുപ്രീം കോടതിയും ലവ് ജിഹാദ് ഇല്ല എന്ന് ലവ് ജിഹാദ് എന്ന പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളില്ല എന്നാണ്. അല്ലാതെ ഞാൻ ഒരു പെൺകുട്ടിയെ മതം മാറാൻ വേണ്ടി നിർബന്ധിച്ച് അതിൻ്റെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ അത് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യപ്പെടുക? നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞ പേരിലാണ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുക. ഒരു ഇസ്ലാമിലേക്ക് ഹിന്ദുവിൽ നിന്നോ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നോ ഒരു പെൺകുട്ടിയെ നിർബന്ധപൂർവ്വം പ്രണയിച്ച് അങ്ങോട്ട് മതം മാറ്റി നിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണമെന്ന് പറയുന്നതിനെ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ മാത്രമാണ് വരിക. അത് ആ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ കേരളത്തിൽ അത്തരത്തിൽ പ്രത്യേക നിയമമില്ല, ഇന്ത്യയിൽ അല്ല പ്രത്യേക നിയമമില്ല. പക്ഷേ IPC സെക്ഷനിൽ ഒരു നിയമമുണ്ട്. IPC സെക്ഷനിലുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നിർബന്ധിത മതപരിവർത്തന നിയമം പല സംസ്ഥാനങ്ങളിലും അവർ പ്രത്യേകമായി അഡീഷണൽ ആയിട്ടൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്. ആന്റി കൺവേർഷൻ ലോ പാസ്സാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ലവ് ജിഹാദ് എന്ന പേരിൽ കേസില്ല എന്ന് ആഭ്യന്തരമന്ത്രി പറയേണ്ടി വന്നത്. കൃത്യമാണ്. നമ്മൾ പറയുന്ന ലവ് ജിഹാദ് എന്ന് പറയുന്നതും അവർ പറയുന്ന ഈ മതപരിവർത്തനവും ഒന്ന് തന്നെയാണ്. നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. കേരളത്തിൽ ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ആർഷവിദ്യാ സമാജം എന്ന് പറയുന്ന സമാജത്തിലെ പെൺകുട്ടികൾ, അവിടുത്തെ ആളുകൾ, അവിടെയുള്ള ഈ ലവ് ജിഹാദിന് വിധേയപ്പെട്ട ആളുകൾ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ നിന്നിട്ടുള്ള ആളുകൾ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അത്തരം കുട്ടികളുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവന്ന് അവരെ സംരക്ഷിക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരത്തെ ആർഷവിദ്യാ സമാജം എന്ന് പറയുന്നത്. അവിടെ പോയാൽ ഈ പറയുന്ന ആളുകളുടെ എല്ലാം അനുഭവം നമുക്ക് കേൾക്കാൻ കഴിയും. കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അനുഭവം നമുക്ക് കേൾക്കാൻ കഴിയും. ഏറ്റവും ഒടുവിൽ ഇന്നലെ ഈ പറയുന്ന കൊട്ടാരക്കരയിൽ സംഭവിച്ചത്, ആ കുട്ടി ഈ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു കൊണ്ട് പറയുകയാണ് 18 വയസ്സിന് ശേഷം നിർബന്ധമായി മതം മാറണമെന്ന് അവൻ്റെ ഉമ്മ സംസാരിച്ചു. സത്യസരണിയിൽ കൊണ്ടുപോയി. സത്യസരണി എന്താ? പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും വലിയ തീവ്രവാദികളെ വിളയിച്ചെടുക്കുന്ന സ്ഥലമാണ് മലപ്പുറത്തെ സത്യസരണി. അവിടെ പോലീസുകാർക്ക് പോലും ഒരു കാലഘട്ടത്തിലും കയറാൻ കഴിയാതിരുന്ന ഒരു സ്ഥലത്തേക്ക് ഈ പെൺകുട്ടിയെ കൊണ്ടുപോവുകയും അവിടെ ക്ലാസ്സുകൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ഗുരുതരമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതിനോടൊപ്പം തന്നെ ഈ പെൺകുട്ടി പറഞ്ഞ മറ്റൊരു കാര്യം കൂടെയുണ്ട്. അതായത് ഈ സ്വദേശിക്ക്, ഈ വ്യക്തിക്ക് ഇതുപോലെ തന്നെ മറ്റൊരു യുവതിയും ഇതുപോലെ തന്നെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നും മറ്റൊരു യുവതിയുമായിട്ടും ഇത്തരം തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് മുമ്പും ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് ഈ പെൺകുട്ടി പറയുന്നത് അല്ലേ? അതെ, ആ കുട്ടിയുടെ വിശദവിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മറ്റൊരു കുട്ടിയുമായിട്ടും ഇയാൾക്ക് ഇതേപോലെ ബന്ധം ഉണ്ടായിരുന്നു, സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട കുട്ടിയെ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന ഗുരുതരമായ ആരോപണം കൂടി പുറത്തു വരുന്നുണ്ട്. ഈ പെൺകുട്ടി പിന്നീട് ഇതിന് തയ്യാറാവാതിരുന്ന സമയത്ത് ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തുകയും ഈ കുട്ടിക്ക് ജീവനിൽ വല്ലാത്ത ബുദ്ധിമുട്ടാകും, തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടും എന്നുള്ള ഭയം ഉണ്ടാവുകയും ചെയ്ത സമയത്താണ് ഈ കുട്ടി പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ
പരാതി കൊടുക്കുന്നത്. ആ പരാതിയുടെ കോപ്പി സഹിതമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ലവ് ജിഹാദാണ് എന്നുള്ളതിന് നമുക്ക് ഒരു മറയുമില്ലല്ലോ. ആ കൃത്യമായി ഒരാളെ പ്രണയിക്കുക, അതിനെ പുറത്ത് മതം മാറ്റാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുക, പറയുക, ഇസ്ലാമിനെ പറ്റി പഠിക്കാൻ പറയുക, സത്യസരണിയിലേക്ക് കൊണ്ടുപോകുക, ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് പറയുക, ഇതൊന്നും പ്രണയ വിവാഹത്തിൽപ്പെട്ടതല്ലല്ലോ. പൊട്ടൊഴിവാക്കാൻ പറയുക, അമ്പലത്തിൽ പോകരുത് എന്ന് പറയുക, തട്ടം നിർബന്ധമാക്കണമെന്ന് പറയുക, തട്ടം നിർബന്ധമാക്കണം, മുടി കാണിക്കാൻ പാടില്ല, മതപഠനം നടത്തണമെന്ന് പറയുക, ഇതൊക്കെ തന്നെ ലവ് ജിഹാദിന്റെ തെളിവുകളാണ്. ഇനിയും കേരളത്തിലെ ഇടത് വലത് ആളുകൾക്ക് എന്ത് തെളിവാണ് ഈ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് വേണ്ടത് എന്നുള്ളതാണ്. ഇതൊരു കേന്ദ്രീകൃതമായ ഒരു ശ്രമം മുമ്പ് നടന്നിരുന്നു. പക്ഷെ ആ കേന്ദ്രീകൃതമായ ശ്രമം ഇപ്പൊ PFIയുടെ നിരോധനത്തോടനുബന്ധിച്ച് പുറത്തോട്ടു, അത് വിട്ടുപോയി. പക്ഷേ വികേന്ദ്രീകൃതമായ ശ്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അല്ല, ഏറ്റവും രസകരമായ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ജാർഖണ്ഡിൽ നിന്നുകൊണ്ട് ഒരു ഹിന്ദു മുസ്ലിം യുവാക്കൾ, ഒരു സ്ത്രീയും ഒരു പുരുഷനും പ്രണയിച്ചു എന്നതിൻ്റെ പേരിൽ അവർക്ക് അവിടെ തങ്ങാൻ കഴിയില്ല എന്നതിൻ്റെ പേരിൽ അവർ കേരളത്തിൽ വന്ന് വിവാഹം രജിസ്റ്റർ ചെയ്തു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവസ്ഥയോ ഇതിനേക്കാളും ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. അല്ല, അതാ ഇവിടെ അത് രണ്ട് പ്രണയിച്ച ആളുകളാണെന്നാണ് അവർ പറയുന്നത്. അതെന്തോ ആവട്ടെ, അതിൽ നല്ല കാര്യം. അത് അവിടെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നല്ല കാര്യം എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, കേരളത്തിലെ സംഭവവികാസങ്ങൾ നമ്മൾ പരിശോധിക്കണ്ടേ? ഒട്ടുമിക്ക കേരളത്തിലെ സംഭവവികാസങ്ങൾ അതിനേക്കാളും ദയനീയമാണ്. അല്ല, ദയനീയമാണ്. പക്ഷെ എങ്കിൽ പോലും എന്താണ് ഈ പറയുന്ന തരത്തിൽ ഒരു രണ്ട് പ്രണയിച്ച ആളുകൾക്ക് ഒരു കല്യാണം കഴിക്കാനുള്ള അവസരം കേരളം ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പറയുന്നത് നല്ലതാണ്. പക്ഷെ അവിടെ മതം കുത്തിക്കയറ്റി മതത്തിന്റെ പേരിൽ ആളുകളെ മതം മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അല്ല, പ്രണയത്തിന്റെ പേരിൽ ഈ പറയുന്ന ഒരുമിച്ച ആളുകൾക്ക് വിവാഹം കഴിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന കേരളത്തിൽ തന്നെ ഇതേപോലെ പ്രണയത്തിന്റെ പേരിൽ മതം മാറ്റാൻ നിർബന്ധിക്കുന്ന 1000-ഉം 10,000-ങ്ങളും യുവതികളാണ് ഉള്ളത് എന്നുള്ള മറ്റൊരു അതിശയോക്തിയല്ലേ? അല്ല, അത് വലിയ അതിശയോക്തി ഒന്നും ഇല്ല അർജുനെ. കാര്യം ഇതൊക്കെ ഒരു പ്രത്യേകമായിട്ടുള്ള അജണ്ടയുടെ അടിസ്ഥാനത്തിൽ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ കാണില്ല. കേരളത്തിലെ ചാനൽ സംവിധാനങ്ങളുണ്ടല്ലോ, ഇവിടെ ഗർ വാപ്പസി നടന്നു എന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് ഹിന്ദു മതത്തിൽ നിന്ന് ക്രിസ്ത്യൻ മതത്തിലേക്ക് പോയ ആളുകളെ തിരിച്ച് ഹിന്ദു ധർമ്മത്തിലേക്ക് തന്നെ കൊണ്ടുവന്നു. കേരളത്തിൽ ഗർ വാപ്പസി വലിയ അക്ഷരത്തിൽ എഴുതി കാണിച്ചു. കേരളത്തിൽ ലവ് ജിഹാദ് എന്ന് എന്തേ ഇവർ എഴുതി കാണിക്കാത്തത്? ഇന്നലത്തെ ഈ കുട്ടി പറഞ്ഞ തെളിവ് വെച്ച് എഴുതി കാണിക്കാത്തത് എന്തേ? ഇവർക്ക് വേണമെങ്കിൽ വേറെയും തെളിവുകൾ ഈ പറയുന്ന ആർഷവിദ്യാസമാജത്തിലെ കുട്ടികളെ നേരിട്ട് കൊണ്ടുവന്ന് തെളിവ് കൊടുക്കാൻ തയ്യാറാണല്ലോ ഇവിടെയുള്ള ആൾക്കാർ. അതെന്തുകൊണ്ട് അവർ കൊടുക്കാത്തത്? അപ്പോൾ അത്തരത്തിൽ പല തെളിവുകളും മുമ്പിലുണ്ട്. പക്ഷേ വോട്ട് ബാങ്കിനെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ വോട്ട് ബാങ്കിനെ പേടിച്ചുകൊണ്ട്, ഭയന്നുകൊണ്ട് ഇവർ എടുക്കുന്ന ഉഡായിപ്പുകളാണ്, അഭിനയമാണ് ഈ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്നത്. ഈ കാര്യത്തിലെങ്കിലും കൃത്യമായി കേരളത്തിലെ BJP ഘടകവും കേരളത്തിലെ സംഘപരിവാർ അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ഇത് പൊതു ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്.